everyone, welcome to Vedantu Malayalam channel. എല്ലാവർക്കും Vedantu Malayalam channelലേക്ക് സ്വാഗതം. It's me Lerin Davis, your physics master teacher. അപ്പം എല്ലാവരുടെയും സംശയമാണ് ഈ 2023 എനിക്ക് 17 വയസ്സായില്ലെങ്കിൽ എനിക്ക് നീറ്റ് എക്സാം നീറ്റ് 2024 എക്സാം എഴുതാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യം എല്ലാവരിലും നിൽക്കുകയാണ്. കാരണം ഒരുപാട് സ്റ്റുഡൻസിന് 17 ആവില്ല. ഓക്കെ, സോ അപ്പം ആ ഒരു കാര്യത്തെ കുറിച്ചിട്ട് നമ്മുടെ ഏജ് ക്രൈറ്റീരിയനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബിഫോർ ദാറ്റ് ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാത്തവർ മാക്സിമം ഷെയർ ചെയ്യുക. കാരണം ഇതുപോലെ ടെൻഷൻ അടിച്ചിരിക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടാവും നിങ്ങളുടെ കൂട്ടത്തിൽ. സോ മാക്സിമം ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുക. കാരണം നിങ്ങൾക്ക് വേണ്ട അപ്ഡേറ്റ്സ്, നിങ്ങൾക്ക് വേണ്ട ഗൈഡൻസ്, നീറ്റിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ചാനലിൽ അവൈലബിൾ ആയിരിക്കും. ആൻഡ് ഓൾസോ നിങ്ങൾ ബോർഡ്സിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബോർഡ്സിൻ്റെതായിട്ടുള്ള എല്ലാ കണ്ടന്റും നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഡെയിലി നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ആവുന്നുണ്ട്. സോ യെസ്, മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ആരും മറക്കരുത്. സോ അങ്ങനെ നമ്മൾ നമ്മുടെ പോയിന്റിലോട്ട് വരുവാണ്. ഏജ് ക്രൈറ്റീരിയ അല്ലെ, ഏജ് ക്രൈറ്റീരിയ എന്ന് ഉദ്ദേശിച്ചതുകൊണ്ട് ചിലർക്ക് 17 വയസ്സ് ആവത്തില്ല. അതായത് നമ്മുടെ ഡിസംബർ 31 2023. ഓക്കെ, സോ ഈ ഒരു ഡേറ്റിൽ 17 ആവത്തില്ല. ഇവരുടെ ഏറ്റവും വലിയൊരു സംശയം എനിക്ക് നീറ്റ് 2024 ഓക്കെ, എനിക്ക് നീറ്റ് 2024 അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇവിടെ ഈ ഡിസംബർ 31 2023 16 ആണെങ്കിൽ ഓക്കെ നിങ്ങൾക്ക് എഴുതാം. ദാറ്റ് മീൻസ് നീറ്റ് 2024 ആണ് നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നെങ്കിൽ ആ സെയിം ഇയറിൽ നീറ്റ് 2024 ആണെങ്കിൽ 2024 ഡിസംബർ 31 നിങ്ങൾക്ക് എന്തായാൽ മതി, 17 ആയാൽ മതി. ഓക്കെ, സോ ഏജ് ക്രൈറ്റീരിയ എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, നിങ്ങൾക്ക് 2024 ഡിസംബർ 31 നിങ്ങൾക്ക് 17 വയസ്സായാൽ മതി. ഇപ്പം 16 വയസ്സായിട്ടിരിക്കുന്നവർ ഒരു ടെൻഷനും വേണ്ട, നിങ്ങൾക്ക് നീറ്റ് 2024 നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, ഇനി അതുപോലെ തന്നെ വേറൊരു കൺഫ്യൂഷൻ ആണ്, എനിക്ക് 18 കഴിഞ്ഞു അല്ലെങ്കിൽ എനിക്ക് 19 കഴിഞ്ഞു, എനിക്ക് ഇനി നീറ്റ് എഴുതാവോ? അഫ്കോഴ്സ് ഇതിന് അപ്പർ ലിമിറ്റ്, ഓക്കെ, അപ്പർ ഏജ് ലിമിറ്റ് ഇല്ല. നിങ്ങൾക്ക് ഇപ്പൊ 40 വയസ്സായിട്ടുള്ള ഒരാൾക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം, നീറ്റ് എക്സാം പോയിട്ട് എഴുതാം, എനിക്കും എക്സാം എഴുതാം, ആർക്കൊക്കെ വേണോ അവർക്കൊക്കെ എഴുതാം. പക്ഷെ മിനിമം ഏജ് എന്തായിരിക്കണം, 17 വയസ്സായിരിക്കണം. ആ 17 വയസ്സ് ഡിസംബർ 31 2024 ഓക്കെ, അഗെയിൻ ഡേറ്റ് സ്പെസിഫൈ ചെയ്യുവാണ്. കാരണം ഒരുപാട് പേർക്ക് ആ ക്ലാരിറ്റി കുറവുണ്ടായിരുന്നു. ഡിസംബർ 31 2024 ഓക്കെ, നീറ്റ് 2024 ആണ് അറ്റൻഡ് ചെയ്യുന്നെങ്കിൽ ഡിസംബർ 2024 നിങ്ങൾക്ക് 17 വയസ്സായാൽ മതി. ഓക്കെ അല്ലെ, ഒരു എന്താ പറയാ അപ്പർ ഏജ് ലിമിറ്റ് ഇല്ല. നിങ്ങൾക്ക് എത്ര വയസ്സാണെങ്കിലും നിങ്ങൾക്ക് എഴുതാം. നിങ്ങൾക്ക് 17 വയസ്സ് കഴിഞ്ഞ് 18 നിൽക്കുന്നത് നോ ഇഷ്യൂസ്, നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ആൻഡ് നമ്പർ ഓഫ് അറ്റംപ്റ്റ്സ് ഓക്കെ, എത്ര പ്രാവശ്യം എനിക്ക് അറ്റൻഡ് ചെയ്യാം. ഞാൻ ഒരു പ്രാവശ്യം എഴുതി എനിക്ക് കിട്ടിയില്ല, രണ്ടാം പ്രാവശ്യം ഞാൻ എഴുതി എനിക്ക് കിട്ടിയില്ല, മൂന്നാം പ്രാവശ്യം എനിക്ക് എഴുതാവോ? 3 അല്ല 4 അല്ല 5 അല്ല 10 അല്ല 15 അല്ല, നിങ്ങൾക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും എഴുതാം. ഓക്കെ, നോ ലിമിറ്റ്സ്. ഓക്കെ അല്ലേ? സോ ഏജ് ക്രൈറ്റീരിയയിൽ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടി എന്ന് വിശ്വസിക്കുന്നു. ഡിസംബർ 31 2024 ആവുമ്പം നിങ്ങൾക്ക് 17 വയസ്സ് തികഞ്ഞിരിക്കണം. അതാണ് ഏക ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ഏജ് കാറ്റഗറിയിൽ നിങ്ങൾക്ക് ആകെ വരുന്ന ഒരേ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് എന്താണ്, ഡിസംബർ 31 2024 നിങ്ങൾക്ക് എന്തായിരിക്കണം, 17 ഇയേഴ്സ് ഓൾഡ് ആയിരിക്കണം. ക്ലിയർ? യെസ്. ഇനി അടുത്ത കേസ്, അപ്പർ ലിമിറ്റ് ഉണ്ടോ? അതായത് നിങ്ങൾക്ക് 20 വയസ്സുണ്ട്, എഴുതാൻ പറ്റുമോ? അഫ്കോഴ്സ് എഴുതാം. 22 വയസ്സുണ്ട്, എഴുതാൻ പറ്റുമോ? എഴുതാൻ പറ്റും. 24 വയസ്സുണ്ട്, എഴുതാൻ പറ്റും. എന്റെ അമ്മയ്ക്ക് എഴുതാവോ, എന്റെ അച്ഛനെ എഴുതാവോ, ആർക്ക് വേണമെങ്കിലും എഴുതാം, ഒരു ഇഷ്യൂ ഇല്ല. കാരണം ഇപ്പൊ നമ്മളെ ഒരുപാട് പാരന്റ്സ് കുട്ടികൾ ഇങ്ങനെ ഇരുത്തി പഠിപ്പിക്കുന്നുണ്ടല്ലേ, അവർ നന്നായി പഠിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് പോയിട്ട് എഴുതാനായിട്ട് പറ്റും. ഒരു ഏജ് ലിമിറ്റും ഇല്ല. ഓക്കെ അല്ലേ? ഇനി അടുത്തത്, എത്രത്തോളം പ്രാവശ്യം എഴുതാൻ പറ്റും, നിങ്ങൾക്ക് എത്ര പ്രാവശ്യം വേണോ അത്രയും പ്രാവശ്യം തന്നെ നിങ്ങൾക്ക് എഴുതാം. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിലൊക്കെ ക്ലാരിറ്റി കിട്ടി എന്ന് വിശ്വസിക്കുന്നു. കിട്ടിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ആൻഡ് ഓൾസോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നീറ്റിന് വേണ്ട എല്ലാ ഗൈഡൻസും നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ടെലഗ്രാമിന്റെ ലിങ്ക് അവൈലബിൾ ആണ്. ആൻഡ് ഓൾസോ സ്റ്റേ ട്യൂൺഡ് ടു Vedantu Malayalam channel for more videos and updates. Thank you so much.